കോട്ടയം ജില്ലയുടെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന മുതുകോരമലയിലേക്ക് വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു യാത്ര പോയത്. കോട്ടയം ജില്ലയിലെ തീക്കോയി ഗ്രാമത്തിൽ നിന്നും രാവിലെ 6:30 ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. മാർമര വെള്ളച്ചാട്ടം കടന്നൊഴുകി വരുന്ന മീനച്ചിലാറിന്റെ കൈവഴിയുടെ മുകളിലൂടെ കടന്ന് തീക്കോയി ടൗണിൽ നിന്നും ഓരോ ചൂട് ചായയും കുടിച്ച് ഈരാറ്റുപേട്ടയും കടന്ന് യാത്ര മുന്നോട്ട്. പൂഞ്ഞാർ ടൗൺ കഴിഞ്ഞ് മീനച്ചിലാറും കടന്ന് കുന്നോന്നി ഗ്രാമത്തിലൂടെ മുതുകോരയിലേക്ക് എത്താനായിരുന്നു പ്ലാൻ. വളരെ ചെറിയ ഒരു ഗ്രാമമാണ് കുന്നോന്നി. ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കുന്നോന്നി ഗ്രാമത്തിന്റെ കിഴക്കേ അറ്റത്തു നിന്നും പ്ലാപ്പള്ളി മലയിലേക്കുള്ള റോഡ് ആരംഭിച്ചു. അഞ്ചോ ആറോ കുത്തനെയുള്ള ഹെയർപിൻ വളവുകളും ചുറ്റും റബ്ബർ തോട്ടങ്ങളുമുള്ള ഈ റൂട്ടിലൂടെയുള്ള പ്രഭാതയാത്ര നല്ല രസമുള്ള ഒരു അനുഭവമാണ്. കുന്നോന്നിയിൽ നിന്നും 8 കിലോമീറ്ററോളം ദൂരം ഈ മല കയറിയെത്തിയാൽ ഈന്തുംപള്ളി എന്ന സ്ഥലമായി. ഇവിടെയുള്ള ശ്രീ അന്നപൂർണേശ്വരി ശ്രീദേവി ക്ഷേത്രത്തിൽ കാണിക്കയിടാൻ വണ്ടി നിർത്തി. യാത്രയിൽ ഒപ്പമുള്ള എൻ്റെ കസിൻ ചേട്ടൻ മാസപൂജ ചെയ്യാൻ വരുന്ന സ്ഥലമാണിവിടെ. ഈ ഒരു സ്ഥലം കൂടി കാണാൻ വേണ്ടിയാണ് മുതുകോര മലയിലേക്ക് കുന്നോന്നി വഴി പോകാമെന്ന് തീരുമാനിച്ചത്. ഈ റൂട്ടല്ലെങ്കിൽ പൂഞ്ഞാർ കൈപ്പള്ളി വഴിയും മുതുകോര മലയിലേക്ക് എത്തിച്ചേരാം. ക്ഷേത്രത്തിൻ്റെയും പിന്നിലെ വ്യൂ പോയിന്റിൻ്റെയും കാഴ്ചകൾ കണ്ട ശേഷം യാത്ര തുടർന്നു. വീണ്ടും ഹെയർപിൻ വളവുകളിലൂടെ പ്ലാപ്പള്ളി മല ഇറങ്ങുകയാണ്. മലയിറങ്ങി ഇനി കൂട്ടിക്കൽ പഞ്ചായത്തിലെ ചാത്തൻ പ്ലാപ്പള്ളി എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. വ്യൂ പോയിന്റുകളും റബ്ബർ തോട്ടങ്ങളും കൊച്ചരുവികളും കടന്ന് ചാത്തൻ പ്ലാപ്പള്ളിയിൽ നിന്നും മുതുകോര മലയിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. കുത്തനെയുള്ള കയറ്റമാണ്. തിരിച്ചിറങ്ങുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം ഈ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ. മലമുകളിൽ മുഴുവൻ തോട്ടങ്ങളാണ്. അതിനിടയിലൂടെ ഒരു ചെറിയ ഓഫ് റോഡ് യാത്ര. ഒടുവിൽ കോൺക്രീറ്റ് റോഡ് അവസാനിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. സ്കൂട്ടർ പാർക്ക് ചെയ്ത് നടക്കാൻ ആരംഭിച്ചു. ഈ ഭാഗത്ത് 2 റിസോർട്ടുകളുണ്ട്. അതിലൊരു റിസോർട്ടിൻ്റെ പ്ലോട്ടിന് സൈഡിലൂടെ മുതുകോരയിലേക്കുള്ള കാട് മൂടിക്കിടക്കുന്ന ട്രെക്കിംഗ് പാത കണ്ടെത്തി. സഞ്ചാരികളുടെ വരവ് തീരെ ഇല്ലാത്ത സമയമായതുകൊണ്ട് സമൃദ്ധിയായി വളർന്നു കിടക്കുന്ന അടിക്കാടുകൾക്കിടയിലൂടെ ഞങ്ങൾ മല കയറാൻ ആരംഭിച്ചു. കേരളത്തിലെ ആമസോൺ കാട് എന്ന് ട്രെക്കിംഗ് പ്രേമികൾ വിശേഷിപ്പിച്ചത് ഈ മല കയറുന്ന ഭാഗത്തെയാണ്. ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കയറ്റം. നടപ്പുവഴികൾ കുറെയെല്ലാം മൂടിപ്പോയതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി. ഇത്തരം സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ വഴി തെറ്റാനും സാധ്യത വളരെ കൂടുതലാണ്. വാഗമൺ മലനിരകൾക്ക് സമാന്തരമായി സമുദ്രനിരപ്പിൽ നിന്നും 760 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മലയാണ് മുതുകോരമല. കേരളത്തിൽ വാണിജ്യപരമായി വിജയിച്ച ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻ ആരംഭിച്ച സ്ഥലമാണ് ഈ മുതുകോരമല ഉൾപ്പെടുന്ന കൈപ്പള്ളി ഗ്രാമം. അത് കൊണ്ടുവന്നതാകട്ടെ ജെ മർഫി എന്ന അയർലൻഡുകാരൻ. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഈ മലയുടെ മറുവശത്ത് ഏന്തയാർ ഗ്രാമത്തിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ബംഗ്ലാവും ഈ പ്രദേശത്ത് തന്നെയുണ്ട്. കാട്ടിലൂടെ നടന്ന് മലമുകളിലെത്തിയാൽ ഒരാൾ പൊക്കത്തിൽ ഉയരമുള്ള പോതപ്പുല്ലും പാറക്കല്ലുകളുമുള്ള പ്രദേശമായി. പലതരം പുൽവർഗ്ഗങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് മലയുടെ മുകൾ വശം. ഇത് വാറ്റുതരുവെന്ന് പറയും. പുൽത്തൈലം ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്.
ഇത് തോട്ടപ്പുഴ കടിച്ചു കഴിഞ്ഞാൽ തിരുമ്മിയിട്ട് തൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണം അടിക്കുമ്പോൾ അത് പോവും. യാത്രക്കിടയിൽ കാലിൽ മുഴുവൻ അട്ട കടിച്ചിരുന്നത് അറിഞ്ഞിരുന്നില്ല. ഏതായാലും വാറ്റുപുല്ല് അരച്ച് തേച്ചതുകൊണ്ട് ആശാന്മാർ കാലിലെ പിടിവിട്ടു. കടിച്ച മുറിവിൽ നിന്നും ചോര വരുന്നത് വകവയ്ക്കാതെ മുതുകോര മലയുടെ തൊട്ടടുത്തേക്ക് നടത്തം തുടർന്നു. അഗാധമായ കൊക്കയും കുഴികളുമാണ് ഒരു വശം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നടത്തം. ഇവിടെ നിന്ന് നോക്കിയാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ പല ഭാഗങ്ങളും ഒരു ആകാശക്കാഴ്ചയിൽ എന്ന പോലെ കാണാം. കാട്ടുപന്നി, മുള്ളൻ തുടങ്ങിയ ചെറുമൃഗങ്ങളെ ഇവിടെയുള്ളൂവെങ്കിലും അപൂർവങ്ങളായ സസ്യജാലങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മുതുകോരമല. ഇതാട്ടോ കല്ലാല്. ഈ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന കല്ലാലെന്ന് പറയും. അരയാലല്ല, കല്ലാല്. നല്ലതുപോലെ കാറ്റ് വീശുന്ന സമയത്ത് ഇതിലൂടെയുള്ള യാത്ര വളരെ ദുർഘടവും അപകടം പിടിച്ചതുമാണ്. അതുപോലെ ഇടിമിന്നലുള്ള സമയത്ത് ഇവിടേക്കുള്ള യാത്ര ഒഴിവാക്കേണ്ടതുമാണ്. മുതുകോരമലയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മലയുടെ ടോപ്പിൽ നിന്നുള്ള അതിസുന്ദരമായ ദൃശ്യവും മുതുകോരമലയിൽ മാത്രം നടക്കുന്ന ചില ചടങ്ങുകളുടെ വിശേഷങ്ങളും മറ്റു വിശദ വിവരങ്ങളും ചരിത്രങ്ങളുമായി അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട്മാൻ സൈനിങ് ഓഫ്.